നമസ്കാരം. ലാഹോറിൽ നിന്ന് പുതിയ വാർത്ത നമ്മളെ തേടി വന്നിരിക്കുകയാണ്. ഉഗ്ര ശബ്ദത്തോടെയുള്ള തുടർച്ചയായ സ്ഫോടനങ്ങൾ ലാഹോറിൽ ഉണ്ടായിട്ടുള്ളതായി ഇന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലെ ലാഹോറിൽ അന്തർദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, പാകിസ്ഥാനിന്റെ TV ചാനലായ ജിയോ TV ഉൾപ്പെടെ റോയിട്ടേഴ്സ് ഉൾപ്പെടെയാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ടാണ് സ്ഥിരീകരണമല്ലാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ലാഹോറിൽ നടന്നിട്ടുള്ള ഈ ഉഗ്ര സ്ഫോടനങ്ങൾ പ്രധാനമായും വാൾട്ടൺ വിമാനത്താവളത്തിന് സമീപത്തായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെയുള്ള ഗോപാൽ നഗർ, നസീറാബാദ് എങ്ങനെ രണ്ട് പ്രദേശങ്ങൾ, അവിടെ ശക്തമായ ശബ്ദത്തോടെയുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഇന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിലും അവിടെ പൊടിപടലങ്ങളായിരുന്നു, ധാരാളം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പാകിസ്ഥാൻ അതിനെ സംബന്ധിച്ച വാർത്തകളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അവിടെ ആളപായം ഉണ്ടായിട്ടുള്ളതായിട്ട് വേറെ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല എങ്കിലും അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്നും ലാഹോർ പരിപൂർണമായി പൊടിപടലത്തിലായിരുന്നു എന്നും അതുകൊണ്ട് വ്യക്തമായി ഒന്നും അറിയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും ദൃക്സാക്ഷികൾ റോയിട്ടേഴ്സിനും മറ്റും പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ബലൂച്ച് ലിബറേഷൻ ആർമി പല സ്ഥലങ്ങളിലും ഉന്നവെക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ പല ആക്രമണങ്ങളും അവർ അവിടെ നടത്തി കഴിഞ്ഞു. അവരാണോ പെട്ടെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ച് പ്രത്യേകിച്ച് സിന്ദൂർ ഓപ്പറേഷൻ നടത്തി ആകെ ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ സിന്ദൂർ ഓപ്പറേഷനിൽ ഭയചകിതരായിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് എന്ത് ആക്രമണം വന്നാലും അത് ഉടൻ തന്നെ ഇന്ത്യക്കാർ ചെയ്തതാണ് എന്നുള്ള തരത്തിലാണ് അവിടുത്തെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ. പാകിസ്ഥാൻ ആകെ ഭയചകിതരായി നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ ആക്രമണം ആരാണ് ലാഹോറിൽ നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ വാർത്തകളൊന്നും തന്നെ ഇത് പുറത്തു വന്നിട്ടില്ല. ഉഗ്ര ശബ്ദത്തോടെയുള്ള സ്ഫോടനങ്ങളായിരുന്നു നടന്നതെന്നും അത് ഡ്രോൺ ഉപയോഗിച്ചുള്ള സ്ഫോടനങ്ങളായിരുന്നു നടന്നതെന്നും ഒക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ കഴിഞ്ഞ 10-15 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടത്തിയ അതിഭീകരമായ ആക്രമണത്തെ തുടർന്ന് നമുക്കറിയാം 26ഓളം സിവിലിയന്മാരെയാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ കൊന്നൊടുക്കിയത്. അതിനുശേഷം ഇന്ത്യ തിരിച്ചടിക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മുടെ വിധവകളുടെ മായ്ക്കപ്പെട്ട സിന്ദൂരത്തിന് നെറ്റിയിലെ സിന്ദൂരം പുനർ ചാർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് ഒരു മറുപടിയായി, മായ്ക്കപ്പെട്ട സിന്ദൂരത്തിന് ഒരു മറുപടിയായി നമ്മൾ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ പലതരത്തിലാണ് പ്രതികരിച്ചത്. ആദ്യം അവർ പറഞ്ഞു നമ്മുടെ 5 ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കിപ്പോഴും അറിയില്ല. എന്തായാലും ഇന്ത്യ അത് അംഗീകരിച്ചിട്ടുമില്ല. മാത്രമല്ല പാകിസ്ഥാൻ അതിനു വേണ്ടുന്ന പ്രത്യേകിച്ച് തെളിവുകളൊന്നും പുറത്തുവിട്ടിട്ടുമില്ല. അതേസമയം തന്നെ ശക്തമായ ആക്രമണമാണ് നമ്മൾ നടത്തിയതെന്നും ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ-ഇ തോയ്ബയുടെയും ഒക്കെ താവളങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തി നമ്മൾ അവിടെയുള്ള 70-80ഓളം ഭീകരവാദികളെ ഇല്ലാതാക്കി എന്നുള്ള വാർത്തകളാണ്. അതിൽ കൊടും ഭീകരനായ മസൂദ് അസൂറിന്റെ ഫാമിലിയെ കുറിച്ച്, കുടുംബത്തെ കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരിയും ഒക്കെ അടങ്ങുന്ന 14ഓളം പേർ, അതിൽ 10 പേരോളം അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകൾ വധിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, എന്നെയും കൂടി ഞാനും അതിൽ മരിക്കുന്നതായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭീകരവാദി. ഇപ്പോഴാണ് അദ്ദേഹത്തിന് വേദന മനസ്സിലാവുന്നത്. ഇന്ത്യയിലെ സിവിലിയന്മാരുടെ രക്തം ചിന്തിയപ്പോൾ മനസ്സിലാവാത്ത വേദന ഇപ്പോൾ ഭീകരവാദിക്ക് തന്റെ കുടുംബത്തിനുണ്ടായപ്പോൾ മനസ്സിലായതായി റിപ്പോർട്ടുകൾ വന്നു. അതിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യ അഭിമാനിക്കുന്നു. കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക്, സാധാരണ നിരപരാധികളെ കൊന്നൊടുക്കിയതിന് ഇന്ത്യ ഗവൺമെന്റ് കാത്തിരുന്ന് നൽകിയ ഒരു മറുപടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമിപ്പിക്കുന്നതാണ്. മാത്രമല്ല, എങ്ങനെ ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്ത് വില കൊടുത്തും തിരിച്ചടിക്കും, 36 മണിക്കൂറിനകം 48 മണിക്കൂറിനകം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ പ്രസ്താവനകൾ ആദ്യം ഇറക്കിക്കൊണ്ടിരുന്ന ഒന്നടിച്ചാൽ ഉടനെ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞ ആരെയും ആണവായുധം പ്രയോഗിച്ച് നമ്മൾ കണ്ടില്ല. മാത്രമല്ല, ഇനി ആക്രമിച്ച ആണവായുധം പ്രയോഗിക്കും എന്ന് പറയും. അതും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമല്ല ഈ ആണവായുധം എന്ന് പറയുന്നത്. മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ആണവായുധം പാകിസ്ഥാൻ അടുത്ത് പ്രയോഗിച്ചാൽ പിന്നീട് പാകിസ്ഥാൻ തന്നെ എന്ന് പറയുന്ന രാജ്യം തന്നെ ഈ ഭൂമുഖത്ത് കാണില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ലാഹോറിൽ ഉണ്ടാക്കിയ സ്ഫോടനം ആരാണെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ സൂചനയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ ദേശീയ സെക്യൂരിറ്റി ഉപദേഷ്ടാവ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ ഇന്ത്യ ലോകത്തിലെ ഏതെങ്കിലും ഭാഗത്ത് പൗരന്മാരെ നഷ്ടപ്പെട്ടാൽ തിരിച്ചടിക്കുന്ന ഇസ്രയേലിന്റെയും അമേരിക്കയുടെ ഒക്കെ പട്ടികയിലേക്ക്, ആ മുൻനിര പട്ടികയിലേക്ക് ഇപ്പോൾ ഇന്ത്യയും വളർന്നു വന്നിട്ടുണ്ട് എന്ന്. ഇന്ത്യ ആക്രമിച്ചിട്ടുള്ള പല തീവ്രവാദികളും അജ്ഞാതരാൽ
കൊല്ലപ്പെടുന്ന കാഴ്ച നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യ ഇതൊക്കെ കണ്ട് ഊറിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നടക്കുന്ന ഏതൊരു തിരിച്ചടിയും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ലഭിക്കുന്ന ഏതൊരു തിരിച്ചടിയും അത് പാകിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമി ആയാലും മറ്റേതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളായാലും സ്വയം അവരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നാലും പാകിസ്ഥാൻ തന്നെ ഇതിനോടകം അവരുടെ F-16 വിമാനം വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ട്, വാർത്തകളുണ്ട്. ഇതിലേതൊക്കെ സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ ആകെ ഭയചകിതരാണ്. ഇന്ത്യക്ക് മറുപടി കൊടുക്കും എന്ന് പറഞ്ഞ പാകിസ്ഥാൻ എവിടെയാണ് മറുപടി കൊടുത്തത് എന്നുള്ളത് നമ്മൾ നോക്കുക. അതിർത്തിയിലെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്ന് ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ കെൽപ്പില്ലാത്ത പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിലെ സാധാരണ ജനങ്ങളുടെ നെഞ്ചിൽ നിറയൊഴിച്ചുകൊണ്ടാണ് തങ്ങളുടെ അരിശം തീർക്കുന്നത്. നമ്മുടെ ഗ്രാമീണരായ 15ഓളം ആളുകളെ കഴിഞ്ഞ ദിവസം വകവരുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിശക്തമായ ഷെല്ലിംഗ് ആയിരുന്നു പാകിസ്ഥാന്റെ മറുപടി എന്ന് പറയുന്നത്. പൂഞ്ച് തുടങ്ങിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ ഷെല്ലിംഗ് ആണ് പാകിസ്ഥാൻ നടത്തിയത്. പക്ഷേ അതിന് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് തന്നെ ഇന്ത്യ ഉറച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണം പാകിസ്ഥാനിൽ ഉണ്ടായാൽ തങ്ങൾ വെച്ചു ഉറപ്പിക്കില്ല എന്നും തങ്ങൾ തിരിച്ചടിക്കുമെന്നും പരിപൂർണമായി ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മിലിറ്ററിക്ക് എന്നുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ചില അതിർത്തി മേഖലകളിൽ കണ്ടാലുടൻ തന്നെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്നാണ് നമ്മുടെ അതിർത്തി രക്ഷാ സേനയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല എന്നു തന്നെയാണ് ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട്. ലാഹോറിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്ഫോടനങ്ങൾ അതാര് തന്നെ ആയാലും ഒരുപക്ഷെ പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ അടുത്ത സമയത്ത് പാകിസ്ഥാന്റെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാന്റെ ഒരു സൈനികർ പോയ ഒരു ഒരു ട്രക്ക് അത് ബോംബ് വെച്ച് തകർക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ ബലൂചിസ്ഥാൻ നൽകിയിട്ടുണ്ട്. 12ഓളം പാകിസ്ഥാന്റെ സൈന്യത്തെ കൊന്നൊടുക്കിയതായിട്ടുള്ള വാർത്തകളും അവർ പുറത്തുവിടുന്നുണ്ട്. ഉടൻ തന്നെ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യയാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒന്നും ഇന്ത്യ ചെയ്യുന്ന രാജ്യമല്ല. ഇന്ത്യ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും അവരുടെ സൈന്യത്തെയോ അവരുടെ സിവിലിയൻസിനെയോ ഇതുവരെ ലക്ഷ്യം വെച്ചിരുന്നില്ല. എന്നാൽ തുടർച്ചയായ അതിർത്തിയിൽ ഷെല്ലിംഗ് നടത്തിയാൽ തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശൗര്യം പുറത്തെടുക്കേണ്ടി വരുമെന്നുള്ളൊരു സൂചന ഇന്ത്യ ഇതിനോടകം തന്നെ പാകിസ്ഥാന് നൽകി കഴിഞ്ഞു. മാത്രമല്ല, നമ്മുടെ പ്രതിനിധി ചൈനീസ് കൗണ്ടർ പാർട്ടുമായി സംസാരിച്ചിരിക്കുന്നു. പല രാജ്യങ്ങളുമായി ഇന്ത്യ നിരന്തരമായ നയതന്ത്ര ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇതിനോടകം തന്നെ അന്തർദേശീയ രംഗത്തെ വലിയ രാജ്യങ്ങളെ ഇന്ത്യ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.